നമസ്കാരം. ഞാനിന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്നൊരു കണ്ടൻറ്റ്, അതായത് ഇന്നൊരു ന്യൂസ് രാവിലെ തന്നെ എണീറ്റപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂൾസിൽ ഒരു പ്രോബ്ലം രാവിലെ തന്നെ മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും വളരെയധികം അതായത് സെക്കൻഡുകളിൽ, അതായത് ക്രിക്കറ്റ് കമാൻഡർ പറയുന്ന പോലത്തെ രീതിയിൽ കാണപ്പെട്ടു. അപ്പോൾ ഇതിനു മുമ്പ് ആക്ച്വലി ഇതേപോലത്തെ ഒരു പ്രോബ്ലം ഒരു പാലക്കാട് ഇതേപോലത്തെ ഒരു ഇഷ്യൂസ്, ടോർച്ചർ ചെയ്ത ഇഷ്യൂസ്, ഒരു ഇഷ്യൂസ് ഇതിന് മുമ്പ് ഒരു കുട്ടീൻ്റെ മരണപ്പെട്ട ഒരു ഇഷ്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ അതേ സമയത്ത് തന്നെയാണ് ഈ ഒരു മാനേജ്മെൻറ്റും അതേപോലെ ആ മാനേജ്മെൻറ്റിൻ്റെ ടീമും, അതായത് സ്കൂളിൻ്റെ ടീമും അടക്കമുള്ള ഈ ഒരു കുട്ടീനെ, ഒരു 5 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ ഒരു ടോർച്ചറിങ് അല്ല, ഒരു പണിഷ്മെൻറ്റ് ചെയ്യുന്നത്. അതായത് പണിഷ്മെൻറ്റ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല. അതായത് നമ്മളെ കുട്ടികൾ നന്നാണെന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. അപ്പോൾ പല രീതികളുണ്ട്. അപ്പോൾ ഒന്ന് മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നിക്കൽ മാനേജ്മെൻറ്റ് ഇതെല്ലാം ഞാൻ ഇത് ന്യൂസിൽ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സ്റ്റാഫ് പറയുന്നുണ്ട് ആക്ച്വലി അവരെ എക്സസൈസും കാര്യങ്ങളും 2 റൗണ്ട് ഓടിക്കും എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതിലൊരു പോയിന്റ് ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഈ പണിഷ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ആക്ച്വലി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വളരെ തെറ്റുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കുട്ടീൻ്റെ അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്ത്, ഒരു പാരൻസ് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും പറയില്ല. അതായത് നിങ്ങൾക്കിവിടെ അച്ചടക്ക ചട്ടങ്ങളുള്ളതും റൂൾസ് ആൻഡ് റെഗുലേഷനുള്ള കാര്യങ്ങളൊന്നും ഇവർ പറയില്ല. ഇവർ ഫസ്റ്റ് ഡൊണേഷൻ വാങ്ങിച്ചപ്പോൾ പോക്കറ്റിലിടും. പിന്നെ ആ ഫീസിന്, അതായത് രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞൊരു എമൗണ്ട് വാങ്ങിക്കും. ഫസ്റ്റ് ഒരു രജിസ്ട്രേഷൻ ഫീ എന്നൊരു എമൗണ്ട്. അത് കഴിഞ്ഞ് ഡൊണേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫീസ് കഴിഞ്ഞാൽ പിന്നെ യൂണിഫോം ചാർജ്, ബുക്കിൻ്റെ പൈസ, അതേപോലെ ബസ്സിൻ്റെ പൈസ, ഇതെല്ലാം ആദ്യം ഫസ്റ്റ് അങ്ങ് വാങ്ങിച്ചു വെക്കും. ഈ ഒരു പ്രശ്നം പിന്നെ ക്ലാസ് തുടങ്ങി പിന്നെ അതിന് ശേഷമാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഇതൊന്നും ആരെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ്, പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇതേപോലെ ഫസ്റ്റത്തെ രീതിയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും പാരൻസിൻ്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ താഴെ കമൻറ്റ് ഇടണം, ഏത് സ്കൂളാണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫസ്റ്റ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഡൊണേഷൻ വാങ്ങിക്കാത്ത ഒരു സ്കൂളും ഇല്ല. എല്ലാ പ്രൈവറ്റ് സ്കൂൾസും ഡൊണേഷൻ വാങ്ങിക്കുന്നുണ്ട്. അതേപോലെ ഫീസ് ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു 4 ഇരട്ടി 5 ഇരട്ടി ആണ് ഫീസ്. പക്ഷേ ഇവർ പറയുന്ന ഇപ്പം ഇവർ പ്രൈവറ്റ് സ്കൂളിൽ പറയും, ഞങ്ങളിവിടെ ലേറ്റസ്റ്റ് ടെക്നോളജി റോബോട്ടിക്സ് ചെയ്യുന്നുണ്ടെന്ന്. ഏതെങ്കിലും ഒരു ടീച്ചറിനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിനോ ഈ റോബോട്ടിക്സിനെ പറ്റിയിട്ടോ AI പറ്റിയിട്ടോ IoTനെ പറ്റിയിട്ടോ അറിയോ? പുറത്തുനിന്നാണ്, അതായത് പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾ, അതായത് പ്രൈവറ്റായിട്ട് തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിലെ വ്യക്തികളാണ് ഇപ്പോൾ പോയിട്ട് എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും ഈ റോബോട്ടിക്സ് ആയിക്കഴിഞ്ഞാലും IoT ആയിക്കഴിഞ്ഞാലും അതേപോലെ അബാക്കസ് ആയിക്കഴിഞ്ഞാലും ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നത് പുറത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഇതിൽ ആക്ച്വലി ഈ പ്രിൻസിപ്പൾ ആയിക്കഴിഞ്ഞാലും ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും വെച്ചാൽ കുട്ടികളെ ശിക്ഷിക്കണം, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾ കാണിക്കണം. അതായത് അവരെ ഒരു ചെറിയ കുട്ടികളാണ്. അപ്പോൾ കുട്ടികളെ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാനേജ്മെൻറ്റ് പോയിട്ട് പാരൻസിനോട് ഇത് പറയുമോ? ഇപ്പോൾ പാലക്കാട് നടന്നൊരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അതിനെ ആർക്ക് പോയി? ആ പാരൻസിന് പോയി. അപ്പോൾ അതേപോലെ ഈ മാനേജ്മെൻറ്റ് കാശ് നോക്കാതെ നിങ്ങളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാ പാരൻസിനെയും വിളിച്ചിട്ട് നിങ്ങളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അവരെ കൊണ്ട് സൈൻ ചെയ്യിക്ക്. അതായത് നിങ്ങളെ സ്കൂളിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതാണ്, ഇന്ന രീതിയിലാണ്, ടേംസ് ആൻഡ് കണ്ടീഷൻ ഇങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സൈൻ ചെയ്യിക്ക്. അതിന് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? നിങ്ങൾക്ക് കാശ് മാത്രം വാങ്ങിച്ചാൽ മതി, എന്നിട്ട് അതിന് ശേഷം വരെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. പിന്നെ പണിഷ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണം, ഇല്ല കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. പിന്നെ അതുപോലെ സമയം കൃത്യത പാലിക്കണം, അതെല്ലാം കറക്റ്റാണ്. പക്ഷെ അതിനെല്ലാം കാരണം, അതായത് അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷൻ നിങ്ങളെന്താ യൂസ് ചെയ്യാത്ത? പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടെടുത്തോളം എന്ന് വെച്ചാൽ എല്ലാ പ്രൈവറ്റ് സ്കൂൾസിലും എത്ര B.Ed ടീച്ചേഴ്സ് ഉണ്ട്?
അതിൽ കണ്ടത് ഒന്ന് ആരെങ്കിലും ആക്ച്വലി ഇത് B.Ed ടീച്ചേഴ്സ് ഉള്ളത് വളരെ ദുർലഭമാണ്, വളരെ കുറവാണ് ഇതിൽ. എല്ലാം അതായത് അതായത് ടീച്ചിങ് സ്റ്റാഫ്, അതായത് നോൺ ടീച്ചിങ് സ്റ്റാഫല്ല, അതായത് ഈ B.Ed കഴിഞ്ഞിട്ടും MBA കഴിഞ്ഞിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ടും കുറച്ച് അതായത് ഹൗസ് വൈഫ് ആയിട്ടുള്ള ടീമുകളും അങ്ങനത്തെ ടീമുകളെല്ലാം വന്നിട്ട് ഈ പ്രൈവറ്റിൽ സ്കൂളിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതേപോലെ ഈ B.Ed കഴിഞ്ഞെന്ന് വെച്ചാൽ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആൾക്കാരേ ഉള്ളൂ പ്രൈവറ്റ് സ്കൂൾസിൽ. പണ്ട് കാലങ്ങളിൽ 25 വർഷം മുന്നേ പ്രൈവറ്റ് സ്കൂൾസിൽ വളരെ 1-2 ഉണ്ടായിരുന്നല്ലോ. ഇന്ന് ബിസിനസ്സാണ്. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മൾ പാരൻസ് സഹിച്ചേ പറ്റുള്ളൂ. എന്ത് ചെയ്യാനാ? ഇപ്പം ഞാനൊരു പാരൻ്റാണ്, ഞാനും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനുള്ള സൊല്യൂഷൻസ് വേറെ ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ ആക്ച്വലി ഇവരെ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പാരൻസ് കാശ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്, ഡൊണേഷൻ വാങ്ങിക്കുന്നുണ്ട്, ഫീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫീസ് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഓബിയസ്ലി ഒന്ന് ഞങ്ങൾ അതായത് അവരെ മുമ്പിൽ പാരൻസ് കസ്റ്റമറാണ് മാനേജ്മെൻ്റ് അടുത്ത്. അപ്പോൾ മാനേജ്മെൻറ്റ് അപ്പോൾ അങ്ങനെ കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ അടുത്ത് മാനേജ്മെൻറ്റ് നിങ്ങളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയാനുള്ള അവകാശമുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ ഈ നടുവിൽ വന്നിട്ട് ഫീസ് വാങ്ങിച്ച് നോൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീമോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ടീച്ചേഴ്സോ ഒന്ന് മെയിനായിട്ട് എന്ന് വെച്ചാൽ ഈ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിപ്പിക്കുന്ന ടീച്ചർ ആ ടീച്ചർക്ക് ഒരു സബ്ജക്റ്റ് എടുക്കുന്ന ആ സബ്ജക്റ്റ് വിട്ടിട്ട് വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് എടുക്കാൻ പറ്റില്ല, ആർക്കും എടുക്കാൻ പറ്റില്ല. എല്ലാവരും എന്ന് വെച്ചാൽ ഒരു സബ്ജക്റ്റ് കണക്ക് എന്ന് പറഞ്ഞാൽ കണക്ക് മാത്രമേ എടുക്കുള്ളൂ. ആ ടീച്ചർ എടുത്ത് ഒന്ന് സയൻസ് ഒന്ന് ക്ലാസ് എടുക്കുന്ന പറഞ്ഞാൽ അവർക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ആക്ച്വലി ഇപ്പോഴത്തെ ജനറേഷനിലെ ടീച്ചേഴ്സ്. അതായത് ഇപ്പോൾ എന്ന് വെച്ചാൽ ഓൾറെഡി ഫാഷനാണ് ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് എന്ന് വെച്ചാൽ ഒരു ഫാഷൻ ടെക്നോളജിയാണ് ഇപ്പോഴത്തെ ലെവലിൽ. അതായത് ഇപ്പം ഒരു ടീച്ചിങ് ഒരു ഇപ്പോഴത്തെ സ്റ്റൈലാണ് ഇപ്പം. അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ അടുത്തും അതായത് പാരൻസ് എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏത് മാനേജ്മെൻറ്റ് സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് മാനേജ്മെൻറ്റിന് ഇതിൽ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഇല്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ പാരൻസിനാണ് നഷ്ടം വരിക. അതായത് ഇപ്പം ലാസ്റ്റ് ഈ പ്രശ്നത്തിൽ തന്നെ എല്ലാവരും അവിടെ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, കംപ്ലയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അവസാന മൊമെൻറ്റിൽ ഒന്നും ഉണ്ടാവില്ല. അവസാനം അവസാനം എന്താ വെച്ചാൽ ഒത്തുതീർപ്പായിട്ട് വിടുകയുള്ളൂ, വേറെ ഒരു കാര്യമില്ല. ഇപ്പം എല്ലാവരും അവിടെ നിന്ന് ജയ് വിളിക്കുന്നുണ്ട്, എനർജി നഷ്ടപ്പെടുത്തുന്നുണ്ട്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. മാനേജ്മെൻറ്റിന് ഓൾറെഡി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കഴിഞ്ഞാലും മിനിസ്ട്രി ആയിക്കഴിഞ്ഞാലും എല്ലാവർക്കും ബന്ധമുണ്ടാവും. അപ്പോൾ അവരെന്ത് ചെയ്യും? അത് പാരൻസായിട്ട് ഒത്തുതീർപ്പാക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ജയ് വിളിക്കുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും കണ്ടു. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആകെ 2 ദിവസം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഒന്ന് ഇനിയുള്ള പാരൻസുകൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒന്ന് ഐ എം റിക്വസ്റ്റിങ് ആക്ച്വലി ഞാൻ പറയുകയാണ്, അതായത് ഇനി ഏത് പ്രൈവറ്റ് സ്കൂൾസിൽ ചേർക്കുന്നതാണ് അവരുടെ അടുത്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ് അവരെ അതായത് ക്ലാസ് ടീച്ചിങ് എങ്ങനെയാണ്, അതായത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞിട്ട് മാത്രം ഡൊണേഷൻ കൊടുക്കുക, ഫീസ് അടക്കുക, അതിന് ശേഷം മാത്രം ഫീസ് അടച്ചാൽ മതി. ഇല്ലാത്ത പക്ഷം ഇതേപോലെ തന്നെ എല്ലാവരും ഇതേപോലെ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊരു ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് ഞാനും ഇതിനു മുമ്പ് ഇതേപോലത്തെ ഒരു പാരൻ്റാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. അപ്പം കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വളർന്നു വരുന്ന പ്രായമാണ്. അപ്പോൾ അവർക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തടത്തോളം കാലം ഒരു ടീച്ചറും ഒരു മാനേജ്മെൻറ്റും ഒരിക്കലും അതായത് നല്ലൊരു സ്ഥാപനമല്ല. അത് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ മനസ്സിലാക്കാൻ പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കാൻ പറ്റൂല്ലെങ്കിൽ, അതായത് ഒരു കുട്ടീനെ പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കണം, അതായത് എന്തിനാണ് ലേറ്റ് ആയത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്തോളം കാലം ആ കുട്ടീനെ ഇരുട്ടുമുറിയിലിടുന്നതും അതേപോലെ രാവിലെ പണിഷ്മെൻറ്റ് കൊടുക്കുന്നതും എല്ലാം അതായത് ഇതെല്ലാം പണിഷ്മെൻ്റെല്ലാം കൊടുത്തിട്ടില്ല ഇരുട്ടുമുറിയിൽ ഇരുത്തിയിട്ട് പാരൻസിനെ വിളിച്ചത്. അതൊന്നും ആക്ച്വലി ഞാൻ ന്യായീകരിക്കുന്നതല്ല. അതായത് അതൊരു ശരിയായ നിലപാടല്ല. അതായത് കുട്ടീൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചിട്ടാണല്ലോ മാനേജ്മെൻറ്റ് അടച്ചേർത്തത്. അപ്പോൾ നിങ്ങൾക്കും അതിലൊരു ഇതുണ്ട്, അതായത് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാശ് മാത്രം വാങ്ങിച്ചാൽ പോരാ. അപ്പോൾ എല്ലാ പാരൻസിനോടും ഞാൻ പറയുകയാണ്, അതായത് ഇനി ചേർക്കുന്ന ഏത് പ്രൈവറ്റ് സ്കൂൾസ് ആയിക്കഴിഞ്ഞാലും ശ്രദ്ധിക്കുക. ഇവർ ഡൊണേഷൻ ചോദിക്കും, പിന്നെ വലിയ ഫീസാണ്, പിന്നെ ബസ്സിൻ്റെ പൈസേൻ്റെ കാര്യം പറയണ്ട, ബുക്കിൻ്റെ പൈസേൻ്റെ കാര്യം പറയണ്ട, യൂണിഫോമിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, നോക്കിയിട്ട് മാത്രം കുട്ടികളെ സ്കൂളിൽ ചേർക്കുക. ഓക്കെ, താങ്ക് യു.